അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കോട്ടയം ഏറ്റുമാനൂർ റെയിൽവേ ഗേറ്റിനടുത്തുള്ള ഒരു ട്രാക്കിലൂടെ ട്രെയിൻ കുതിച്ചു പായുകയാണ്. പെട്ടെന്നാണ് ലോക്കോ പൈലറ്റ് ആ കാഴ്ച കാണുന്നത്. ട്രാക്കിന് നടുവിൽ ആരോ നിൽക്കുന്നു. ഒന്നുകൂടെ വ്യക്തമായി നോക്കിയപ്പോഴാണ് ഒരാളല്ല 3 പേരുണ്ട്. 3 സ്ത്രീകളാണ്, ഒരമ്മയും 2 മക്കളും, 2 പെൺകുട്ടികളാണ്. അവർ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് ട്രാക്കിന് നടുവിൽ നിൽക്കുകയാണ്. കുതിച്ചു പാഞ്ഞു വരുന്ന മരണത്തെ സ്വയം വരിക്കാനായി കാത്തു നിൽക്കുകയാണ്. ആ കാഴ്ച ലോക്കോ പൈലറ്റിനെ ആകെ പരിഭ്രാന്തനായി. ഒന്നും ചെയ്യാൻ സമയമില്ല. പുള്ളിക്കാരനെ ഹോൺ അടിച്ചുകൊണ്ടേയിരുന്നു. ഹോണടി കേട്ട ഈ അമ്മയും മക്കളും ഒന്നുകൂടെ കെട്ടിപ്പുണർന്നു നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ട്രെയിൻ കടന്നുപോയി. 3 ജീവനുകളുടെ രക്തക്കറയും പേറി ആ ട്രെയിൻ മുന്നോട്ട് പോയി. കുറച്ചു നാളുകൾക്ക് മുന്നേ കഴിഞ്ഞ ഒരു കൂട്ട ആത്മഹത്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെഞ്ഞാറമൂടിലെയും താമരശ്ശേരിയിലെയും കൊലപാതകങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ, അധികം ആരും ശ്രദ്ധിക്കാതെ പോയ, മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു ആത്മഹത്യ. 10-12 വയസ്സുള്ള തന്റെ പെൺമക്കളെയും കൂട്ടിയാണ് ഒരമ്മ ആത്മഹത്യ ചെയ്തത്. മരണമാണ് ആ ഹോണടിച്ച് വരുന്നതെന്ന് അറിഞ്ഞിട്ടും തന്റെ അമ്മയെയും കെട്ടിപ്പിടിച്ച് മക്കൾ നിന്നു എന്നുള്ളതാണ്. തങ്ങൾ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. സ്വയം മരിക്കാനും തന്റെ മക്കളെ, തന്നെ പൊന്നു മക്കളെ കൊലയ്ക്ക് കൊടുക്കാനും മാത്രം എന്തുവായിരുന്നു ആ അമ്മയെ അലട്ടിയിരുന്ന പ്രശ്നം? ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണത്. ഷൈനി എന്ന പേരുള്ള യുവതി നേഴ്സിംഗ് ഗ്രാജുവേറ്റഡ് ആണ്. എന്നാൽ കല്യാണത്തിന് ശേഷം ഷൈനി ജോലിക്ക് പോയിരുന്നില്ല. 13 വർഷമായി ഈ നേഴ്സിംഗ് ബിരുദവുമായിട്ട് യാതൊരു ബന്ധവും ഇവർക്കില്ല. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനൊരു കാരണവുമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഷൈനിയും ഭർത്താവ് നോബിയും തമ്മിൽ കുറച്ചു കാലമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും അല്ലേ, സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രശ്നം രൂക്ഷമായപ്പോഴായിരിക്കും അവർ പിരിഞ്ഞു താമസിക്കാൻ തീരുമാനിച്ചത്. ഈ ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. മരിച്ചുപോയ 2 പെൺമക്കൾ കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ആൺകുട്ടി അച്ഛൻ നോബിയുടെയും വീട്ടുകാരുടെയും കൂടെയായിരുന്നു താമസിക്കുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പെൺമക്കളാണെങ്കിൽ ഷെയ്നിയുടെയും ഷെയ്നിയുടെ വീട്ടുകാരുടെ കൂടെയുമാണ് താമസിക്കുന്നത്. എന്തായാലും അങ്ങനെ പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയതോടെ നോബി ഷെയ്നിക്കും ഷെയ്നിയുടെ മക്കൾക്കും ചെലവിന് കൊടുക്കാതെയായി. ഷൈനിക്കാണെങ്കിൽ വരുമാനമൊന്നുമില്ല, സഹായിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി ഒരു BSc നേഴ്സിംഗ് പഠിച്ച ഒരാളാണല്ലോ. ഷൈനി വെറുതെ ഇരുന്നില്ല. കോട്ടയത്തെ പല ഹോസ്പിറ്റലുകളിലും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു. പക്ഷെ 13 വർഷമായി നേഴ്സിംഗ് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഷൈനിക്ക് അതൊരു തിരിച്ചടിയായി മാറി. അതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റലുകളിലും ഷൈനിയെ ജോലിക്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ മെഡിക്കൽ ഫീൽഡിലെ ജോലികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വലിയൊരു കരിയർ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നേരിട്ട് ജോലിക്ക് കയറാനും പറ്റില്ല. ട്രെയിനിങ് എന്ന പേരിൽ കുറെ നാള് ഈ ഫ്രീ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നാൽ മാത്രമേ പല ഹോസ്പിറ്റലുകളിലും സ്റ്റാഫായി നിയമനം ലഭിക്കുകയുള്ളൂ. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 1 ഇയർ ഫ്രീ ആയിട്ട് ജോലി ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ജോലിക്ക് എടുക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ ജോലി അന്വേഷിച്ചു ചെന്നപ്പോൾ ഷൈനിക്ക് കിട്ടിയ മറുപടി. ഈ സംഭവം വിവാദമായി. 12ഓളം ഹോസ്പിറ്റലിൽ നിന്നും ഷൈനിയെ റിജക്ട് ചെയ്യുകയുണ്ടായി. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു പ്രസ്തുത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാര്യം മാത്രം വിവാദമായി എന്ന് ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിസ്ത്യൻ പള്ളികളുടെ വൈദികൻ എന്ന് പറയുന്നത് ഷൈനിയുടെ ഭർത്താവായ നോബിയുടെ സുഹൃത്താണ്, കുടുംബ സുഹൃത്താണ്. അങ്ങനെ ഈ വൈദികൻ വഴി നോബിയാണ് ഈ ഷൈനിക്ക് ജോലി ലഭിക്കാനുള്ള വഴികളൊക്കെ അടച്ചത് പറയപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു വിവാദമായി മാറി. പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തുള്ള ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വലിയ വിവാദമായി മാറി. ഒരു പുരോഹിതൻ ഇതുപോലുള്ള ഒരു സ്ത്രീയുടെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം ആ സ്ത്രീയും കുട്ടികളും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ സംഭവം തീർത്തും ചർച്ചാ വിഷയമാവുമല്ലോ. എന്തായാലും നമുക്ക് ഈ വിവാദവുമായി ബന്ധപ്പെട്ട 1-2 വോയിസ് ക്ലിപ്പുകൾ കേട്ടു നോക്കാം. ഷൈനിയുടെ കുടുംബക്കാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും നടന്ന ചർച്ചയുടെ വോയിസ് ക്ലിപ്പുകളാണ്. അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ചേച്ചി, ഞങ്ങള് കാറ്റാസിനും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുക്കുകയാണ്. പക്ഷെ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈയൊഴിയത്. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. കാറ്റാസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു. അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്കും പറയുന്നതിന് ഒരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. കാരിത്താസുകാരെ ഒരു ഹെൽപ്പ് ചെയ്ത് 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകൊണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ല. ഓക്കെ, ഒരുപാട് ഹോസ്പിറ്റലുകൾ തന്നെ കൈയൊഴിഞ്ഞിട്ട് ഒരു പ്രസ്തുത ഹോസ്പിറ്റലിന് മാത്രമാണല്ലേ ഇവര് കുറ്റപ്പെടുത്തുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പള്ളിയിലച്ചന്റെ ഇടപെടലുകൾ കൊണ്ടാണ്. ഇനി പള്ളിയിലച്ചൻ ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതിന്റെ വോയിസ് ക്ലിപ്പ് അതുകൂടി കേട്ടിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം.
ഞാനിന്ന് ചുവട്ടുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ. മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം സ്വന്തം പെണ്ണു വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികൾ ഓർത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാവും? അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പള്ളിയിലച്ഛനെയാണ് എല്ലാവരും ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പള്ളിക്കാർ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഈ പ്രസ്തുത ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കാത്തത് എന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഈ പ്രസ്തുത ആരോപണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാൻ വേണ്ടവരൊന്ന് വായിച്ചു നോക്കും. ആ ഹോസ്പിറ്റലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വർഷത്തിലധികം ജോലിയൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാളെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നിയമം നോക്കുന്ന ഇവർ തന്നെ 1 വർഷം ഷൈനിയെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ഷൈനിയെ ജോലിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേ നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവർക്ക് നിയമം മാത്രമല്ല പ്രശ്നം. എന്തായാലും നമ്മൾ നേരത്തെ കേട്ട വോയിസിൽ പറഞ്ഞ പോലെ തന്നെ 1 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അസാധ്യമായ കാര്യമാണ്. കാരണം വേറെ വരുമാന മാർഗമൊന്നും ഇല്ലല്ലോ. 2 മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ മറ്റു ചെലവുകൾ നോക്കണം. അതുകൊണ്ട് തന്നെ പണം വലിയൊരു ഘടകമായി മാറും. പക്ഷെ ആരും ജോലിയും കൊടുക്കുന്നില്ല. 1 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്യുകയും പിന്നെ അവിടെ ജോലിക്ക് കയറുകയൊക്കെ ചെയ്യുന്നത് അത് അതിനുള്ള സാഹചര്യവും സാവകാശവും ഒന്നും ഷൈനിക്ക് ഇല്ലായിരുന്നു. കൂട്ടത്തിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടി കുടുംബശ്രീയിൽ നിന്ന് എടുത്ത 3 ലക്ഷത്തിന്റെ ലോണും അതും വലിയൊരു പ്രശ്നമായിട്ട് മാറി. അതിനെക്കുറിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൂടെ നമുക്ക് കേട്ടു നോക്കാം. ഈ പള്ളിയിൽ എല്ലാ ദിവസവും വന്നോണ്ടിരുന്നല്ലേ എല്ലാം വണ്ടി ഓടിക്കും വരുമ്പോ എന്നും ഈ കരഞ്ഞ മുഖം. പിള്ളേര് ഈ 2 പിള്ളേരില്ല, മൂത്തവര് ആൺകൊച്ചുണ്ട്. അവൻ ഡോൺ ബോസ്കോയിലാണ് 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവര് വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന് അതിനെ കൊണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ചാർന്ന പറഞ്ഞ അമ്മ തല്ലിയെന്നും പറഞ്ഞ അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ അച്ഛൻ കെട്ട അച്ഛൻ. പിന്നെ ഇവരിത് ഇനിയിപ്പൊ ഈ പെണ്ണ് കെട്ടിയതിന്റെ അപ്പന് ഈ ആ ദേവിച്ചേട്ടന് ക്യാൻസറാ. അപ്പൊ അങ്ങോട്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് 3 ലക്ഷം രൂപ എങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ പൈസയൊക്കെ ഈ വഴക്ക് കൂടിയപ്പോ അടച്ചില്ലല്ലോ, വീട്ടുകാർ അവിടെ കൊടുക്കുകയല്ലെന്ന്. ഈ അച്ഛൻ പോണേന്റെ ഒരു 2 ദിവസം മുമ്പ് അങ്ങാണ്ട് കരിമണം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയൽക്കൂട്ടംകാർ കൊണ്ട് കേസ് കൊടുത്തേ. വീട്ടിലേക്ക് എടുത്തതാന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ, അത് ഇവിടെ അടയ്ക്കണമെന്നേ. നമ്മളവിടെ ചെന്ന് അടയ്ക്കുന്നത് എല്ലാം കൂടി ആയിട്ടായിരിക്കും. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയതാ ഇവിടെ കേസ് കോടതിയിലേക്ക് പോട്ടെന്ന്. ഈ പെണ്ണൊരു ചുട്ടമാവാന്നേ. 1000 എങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറി പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞ വാശിക്കാരനെ. പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നിട്ട് BSc വന്നിട്ട് ഇതിലൊന്നും ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. ഈ ക്യാപ്പ് ഇത്ര വന്നില്ലേ, ജോലിക്ക് കയറാനും പറ്റുന്നില്ല. എല്ലാം കൂടി ആയിട്ടായിരിക്കും പാവം. എന്താല്ലേ അവസ്ഥ? ഒരു പള്ളിയിലെ ഈ പാവം പിടിച്ച സ്ത്രീയെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മത പുരോഹിതൻ വന്ന് വട്ടം നിന്നതുകൊണ്ട് ഷൈനി എല്ലാ സ്ഥലത്തും ഒറ്റപ്പെട്ടു. ഈ മതപുരോഹിതന്മാർക്ക് അതാത് സമുദായത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് ഒരു നബീസുമ്മ മണാലിയിൽ പോയതിനെ കുറിച്ച് സംസാരിച്ചു. അതിലൊരു മതപുരോഹിതം എന്ന് പറഞ്ഞതല്ല നിങ്ങൾ കേട്ടതല്ലേ? അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തായിരുന്നു. അതും വലിയ വിവാദമായ കേസായിരുന്നു. ഭൂരിഭാഗം ആൾക്കാരും നബീസുമ്മയാണ് സപ്പോർട്ട് ചെയ്തത്. ഒരു മതപുരോഹിതൻ ഇങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് നബീസുമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പോലല്ലോ നബീസുമ്മയുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ അവരെ മറ്റൊരു കണ്ണിൽ കാണാൻ തുടങ്ങി. ഈ മതപുരോഹിതന്മാരുടെ വാക്കുകളെ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നവരാണ് മിക്ക ആൾക്കാരും. ഇവിടെ ഷൈനിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. ആരും ഇല്ലാത്തവർക്ക് താങ്ങും തണലായി നിൽക്കേണ്ടവർ തന്നെ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എന്തായാലും പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഷൈനിയുടെ പുറകെ നടന്ന് ഉപദ്രവിച്ച ഭർത്താവ് അയാളുടെ ബന്ധുവായിട്ടുള്ള വൈദികന് എന്ത് നേടി? എന്തായാലും ഞാൻ ഷൈനിയുടെ മക്കളെയും കൂട്ടിയുള്ള ആ ആത്മഹത്യയെ ന്യായീകരിക്കുകയല്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും വന്നാലും ഷൈനി ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ കൂടെയാണല്ലോ അവിടെ നഷ്ടമായത്. പാവം ആ കുട്ടികൾ എന്ത് പിഴച്ചു? കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ ആ കുട്ടികളുടെ ജീവിതം കൂടെ നഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവര് ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഷൈനിയുടെ ആ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റില്ല. എന്തായാലും ധാരണമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.